ഞാൻ എന്നും പറയാറുണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് നട്ടപ്പാതിരാക്കായിരിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല കേട്ടോ. എന്നാലും പക്ഷേ നഗരം ഉണരുന്നതിന് മുമ്പ്, കോഴി കൂവുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളിതാ കേരളത്തിന്റെ പച്ചപ്പും ഹരിതാപവും കാണാൻ വേണ്ടിട്ട് പൊള്ളാച്ചി വഴി മസനഗുഡി വഴി തമിഴ്നാടിന്റെ പച്ചപ്പ് അല്ലെ, തമിഴ്നാടിന്റെ പച്ചപ്പും കണ്ട് നമ്മള് മൂന്നാറിലേക്ക് യാത്ര ഇരിക്കുകയാണ്. ഫുൾ ഫാമിലി ആയിട്ട് കുട്ടിയൊക്കെ ഫുള്ള് വൈബിലിരിക്കുകയാണ്. കുട്ടീസ് രണ്ടെണ്ണം കൂടി ഉണ്ട്, അവരവിടെ ഉറങ്ങുകയാണ്. ഞങ്ങളിപ്പം പാലക്കാട് എത്തിയിരിക്കുന്നത്. ഇനി നേരെ പൊള്ളാച്ചിലേക്ക് കേട്ടോ. ഈ ചെറിയ ഊടുവഴിയിലൂടെ പോയി നമ്മളൊരു പ്രശസ്തമായ, ലോക പ്രശസ്തമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്ഥലം പ്രശസ്തമായത് സ്ഥലത്തിന്റെ പേരോ അവിടെ എന്തെങ്കിലും കാണാനോ ഉള്ളത് കൊണ്ടല്ല, അവിടുത്തെ മാത്രം പ്രത്യേകതയായ ഒരു ഫുഡ്. പാലക്കാടിന്റെ പേര് രുചിഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രശസ്തമായ ഒരു ഫുഡ്, അതെ, രാമശ്ശേരി ഇഡലി. പ്രശസ്തമായ രാമശ്ശേരി ഇഡലി കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള കേട്ടോ, ബാക്കിലത്തെ ഹോട്ടലില്. എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും നേരായ വെളിച്ചത്തിൽ ഇപ്പൊ കാണാം. സുന്ദരിയ ഉമ്മ അമ്പിളിക്കുട്ടി ഇനിയും കുറച്ചാൾക്കാരുണ്ട് വണ്ടിയിൽ. ഇവിടെയാണ് പ്രശസ്തമായ രാമശ്ശേരി ഇഡലി ഇട്ട സ്ഥലം കേട്ടോ. നല്ല പച്ചപ്പുണ്ട് ബാക്കിൽ. ഇതാണ് ആ പറയപ്പെട്ട ഇഡലി. ഈ ഇഡലി കാരണം ഫേമസ് ആയ ചെറിയൊരു ഗ്രാമമാണ് രാമശ്ശേരി. അങ്ങനെയാണ് ഇഡലിക്കും രാമശ്ശേരി ഇഡലി എന്ന പേര് വന്നത്. രാമശ്ശേരി എന്നത് ഇപ്പോൾ വെറും സ്ഥലപ്പേര് മാത്രമല്ല, രുചിയുടെ പെരുമ കൂടിയാണ്. ഫേമസ് ആയ ഇഡലി ഫേമസ് ആയ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്. ശശി തരൂറും ആശിഷ് വിദ്യാർത്ഥിയും മോഹൻലാലും റീമ കല്ലിങ്കലും ഒക്കെ. അവരുടെ ഒക്കെ ഫോട്ടോ ഇവരുടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട് രാമശ്ശേരി ഇഡലിയുടെ പെരുമയ്ക്കും. കാഞ്ചീപുരത്തെ നെയ്ത്തുതൊഴിൽ കാലക്രമേണ കുറഞ്ഞു വന്നതോടെയാണ് ചിറ്റൂര് അമ്മ എന്നു പേരുള്ള ഒരു അമ്മ രാമശ്ശേരി ഇഡലി കണ്ടുപിടിക്കുന്നത്. അന്നവർ പാടത്തും പറമ്പിലുമായി ചമന്തിപ്പൊടിയും ഇഡലിയുമായി പോകുമായിരുന്നു, പണിയെടുക്കുന്നവർക്കുള്ള ആഹാരം. പിന്നെ 20 വർഷങ്ങൾക്ക് മുമ്പ് കഞ്ചിക്കോട് ജമ്പൂരി വന്നു. അന്നത്തെ ലോക രുചികളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഫുഡ് രാമശ്ശേരി ഇഡലിയായിരുന്നു. അങ്ങനെയാണ് ഈ ഇഡലിയുടെ രുചി ലോകമറിയുന്നത് തന്നെ. എന്താണ് ഇഡലി എന്നിട്ട് പോലെയൊന്നും ഇല്ലല്ലേ? ഇഡലിയുടെ ഷേപ്പിൽ മാത്രമേ വെറൈറ്റി ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ സാധാരണ ഇഡലിയാണ്. അങ്ങനെ ഞങ്ങള് പിണറായിയുടെ നാട്ടിൽ നിന്നും സ്റ്റാലിന്റെ നാട്ടിലേക്ക് കടന്നു. കുണ്ടും കുഴികളും ഇല്ലാത്ത റോഡ്. ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ എല്ലാ ആൾക്കാരും ജോലിക്ക് പോകും. കണ്ടില്ലേ റോഡ് ക്രോസ് ചെയ്യുന്ന തിരക്ക്. വയസ്സായ അമ്മമാര് വരെ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ പഴങ്ങൾ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് പെട്രോളിനും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ, അതേപോലെ തന്നെ ഡീസലിനും. പൊള്ളാച്ചി എത്തി എന്നതിന്റെ തെളിവാണ് അതിന്റെ പ്രകൃതി രമണീയമായ ഭൂപ്രദേശത്തിന് മാറ്റുകൂട്ടുന്ന അസംഖ്യം കാറ്റാടിപ്പാടങ്ങൾ. തമിഴ്നാടിന്റെ പുനരുപയോഗ ഊർജോത്പാദനത്തിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും പൊള്ളാച്ചിയുടെ സമീപ പ്രദേശങ്ങളിലാണ് ഈ വിൻമിൽസ് ഉള്ളത്. ഗ്ലോബൽ വിൻഡ് പവർ ലിമിറ്റഡും വെസ്റ്റാസ് RRB ഇന്ത്യ ലിമിറ്റഡും ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു സ്ഥലം കൂടിയാണ് പൊള്ളാച്ചി. മേഘവും അണ്ണൻ തമ്പിയും ഉൾപ്പെടെ പൊള്ളാച്ചി കണ്ട സിനിമകൾ എണ്ണിപ്പറയാവുന്നതിലും അധികമാണ്. പൊഴിൽ വൈദിച്ചി എന്ന തമിഴ് വാക്കാണ് പൊള്ളാച്ചി ആയതെന്ന് കരുതുന്നു. പൊരുൾ ആച്ചി എന്നും ഇവിടെ അറിയപ്പെടുന്നു. എ പ്ലേസ് ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടി എന്നാണ് അതിന്റെ അർത്ഥം. പൊള്ളാച്ചി വെസ്റ്റേൺ ഗഡ്സിന്റെ അടുത്ത് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ. കാറിന്റെ വിൻഡോ തുറന്ന് കൈ പുറത്തേക്ക് ഇട്ടാൽ അറിയാം എന്തുകൊണ്ടാണ് ഇവിടം കാറ്റാടിപ്പാടങ്ങൾക്ക് അനുയോജ്യമായതെന്ന്. കാലൊക്കെ നീട്ടിച്ച് കിടക്കുന്നുണ്ടോ. നമ്മള് ഉദുമൽപേട്ട് എത്തിയിട്ടു. ഉദുമൽപേട്ട് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ ക്യൂസീന് ഫേമസ് ആണെന്നാണ് പറയുന്നത്. പൊള്ളാച്ചി കഴിഞ്ഞ് അടുത്ത സ്ഥലം ഉദുമൽപേട്ടാണ്. ഇഷ്ടം പോലെ പുളിമരങ്ങളാണ് ഉദുമൽപേട്ടിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. പൊള്ളാച്ചിയിൽ നിന്നും 24 കിലോമീറ്റർ അകലെയാണ് തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപേട്ട്. മലകളാൽ ചുറ്റപ്പെട്ട ഈ പട്ടണം പാവപ്പെട്ടവന്റെ ഊട്ടി എന്നും അറിയപ്പെടുന്ന സ്ഥലമാണ്. പഴനി അമ്പലവും മൂന്നാറും ഒക്കെ ഈ വഴിയാണ് പോകുന്നത്. ഈ ദൃശ്യമനോഹാരിത പകർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്ര ഈ വഴിയിലൂടെ ആക്കിയത്. ഉദുമൽപേട്ട് പിന്നിട്ട് ഞങ്ങൾ ആനമലൈ ടൈഗർ റിസർവിലെത്തി. ആനമലൈ ടൈഗർ റിസർവ് മുമ്പ് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു സംരക്ഷിത മേഖലയാണ്. 1961 ഒക്ടോബർ 7 ഇന്ദിരാഗാന്ധി പാർക്ക് സന്ദർശിച്ചതോടെയാണ് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്.
ഞങ്ങൾ ശരിക്കും ഈ കാട്ടിലേക്ക് കാട് കയറി പോയതല്ല, അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാട്ടുവഴിയും കുറച്ച് ജീവികളും മാത്രമേ ഞങ്ങളെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തന്നെ. ഞങ്ങളുടെ യാത്ര ശരിക്കും പാലക്കാട്, പൊള്ളാച്ചി, ഉദുമൽപേട്ട് വഴി മറയൂർ, മുന്നാർ, ഗ്യാപ്പ് റോഡ്, അഞ്ചുരുളി അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന വഴിയാണ് ഞങ്ങൾ ആനമലയിൽ എത്തിപ്പെട്ടത്. ഇവിടെ ഒരു കാറിന് 50 രൂപ ചെക്ക് പോസ്റ്റിൽ ടിക്കറ്റ് എടുക്കണം. ഈ വഴി ഏകദേശം 60 കിലോമീറ്ററോളം പോകുന്നുണ്ട് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വഴി പോകുമ്പോൾ നമ്മൾ എവിടെയും നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല. ആനകളുടെയും കടുവകളുടെയും ഒക്കെ വിഹാരമുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ ഒറ്റ ജീവികളെ പോലും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ കാണുന്നത് അമരാവതി ഡാമിന്റെ റിസർവോയർ ആണ്. വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞതുപോലെ വെള്ളം കാണാനും ഞങ്ങൾ നിർത്തി. പിന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാട്ടുപന്നിയെ കണ്ടു. കാട്ടുപന്നി അഥവാ വൈൽഡ് ബോർ, പക്ഷെ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. കാട്ടുപന്നി റോഡ് ക്രോസ് ചെയ്ത് പോവായിരുന്നു. ഞാൻ ഇതിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് വിസ്തരിച്ചൊന്നത് കാണുന്നത് കേട്ടോ. ചിന്നാർ എത്തിയതോടെ തമിഴ്നാടിന്റെ അതിർത്തി ഇവിടെ തീർന്നിട്ട് കേരളത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇവിടെയും ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ റോഡുകളും ഇരുവശത്ത് ഭീകരത ഒളിപ്പിച്ചു വെച്ച കാടുകളൊക്കെയാണ്. ഭയങ്കര മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓരോ യാത്രയും മനോഹരാക്കുന്ന ഇതുപോലെയുള്ള വഴികളും ഒരുപാട് ഓർമ്മകളും ഒക്കെ ആയിരിക്കും. ഒരു യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും നടക്കും, പലതും കാണും. എല്ലാ യാത്രയിലും പ്ലാൻ ചെയ്യുന്നതിനേക്കാളും പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ പ്ലാനിൽ ഇല്ലാത്ത ഒന്നുകൂടിയാണ് ഈ വെള്ളച്ചാട്ടം. കാണുമ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ തോന്നിക്കെങ്കിലും ഇത് തൂവാനം വെള്ളച്ചാട്ടമാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ പാമ്പാറിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. മറയൂർ ഉദുമല സംസ്ഥാന പാതയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. 84 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് തന്നെ. ഇത് തൂവാനം വെള്ളച്ചാട്ടമാണ്. ഇതുപോലെ തൂമാനം വാട്ടർഫോൾസും ഉണ്ട് തൃശ്ശൂരിൽ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി വേണം പോവാൻ. ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് ജസ്റ്റ് നോക്കി ഫോട്ടോ ഒക്കെ എടുത്തു പോന്നു. ശരിക്കും പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുത കാഴ്ചകൾക്കുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ കുളിരുന്നു. വഴിയരികിലെ ചെറിയൊരു വെള്ളച്ചാട്ടാണിത്. ഇതിന്റെ പേരാണ് കാളചാടിക്കുത്ത്. അതായത് കാളയില്ലേ, കാള ഓക്സ്, അത് ഇവിടെ നിന്നും സൂയിസൈഡ് ചെയ്തു പണ്ടൊരിക്കല്. കുടുംബ പ്രശ്നമായിരിക്കും. അങ്ങനെയാണ് ഇതിന് കാളചാടിക്കുത്ത് എന്ന പേര് വീണത്. കാറ്റാടിക്കടവ് മലയിൽ നിന്നും ഉത്ഭവിച്ച് കാളചാടിക്കുത്തിലെത്തുന്നു. ഇവിടെ നിന്നും ഒരു 2.5 കിലോമീറ്റർ യാത്ര ചെയ്തതിനാൽ ആനചാടിക്കുത്തിലും അവിടെ നിന്ന് തൊമ്മൻകുത്തിലും എത്തുന്നു. ഈ പറഞ്ഞ പോലെ ആനചാടിക്കുത്തും അഥവാ മറ്റൊരു പേര് ആനയടിക്കുത്ത് എന്നാണ് കേട്ടോ. അവിടെ ആന കാൽതെറ്റി വീണതാണെന്നും 2 ആനകൾ തമ്മിലുള്ള പോരിനിടയിൽ ഒരാന വീണതാണെന്നും പറയപ്പെടുന്നു. തൊമ്മൻകുത്തിലും ഇതേപോലെ രസകരമായ പല കഥകളും ഉണ്ട്. വേട്ടക്കാരനും ഗോത്രത്തലവനുമായ തൊമ്മൻ അല്ലെങ്കിൽ തുമ്മൻ എന്നുള്ള പേരുണ്ട് കേട്ടോ. കാൽതെറ്റി വീണു എന്നും പൂ പറിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നൊക്കെ കഥകളുണ്ട്. അതെല്ലാം 1920 തൊമ്മൻ കണ്ടെത്തിയതാണ് ഈ വെള്ളച്ചാട്ടം എന്നും ഒക്കെ പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് കേട്ടോ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. കഥകൾ എന്തൊക്കെ തന്നെ ആയാലും മനുഷ്യനും മണ്ണും മലയും മലയാളവും ഉള്ളിടത്തോളം കാലം ഓരോ കഥകൾ ഇതേപോലെ ഇങ്ങനെ ഉടലെടുക്കും. കാറ് മുന്നാറിലെ മലഞ്ചെരിവുകളിലൂടെ മുകളിലേക്ക് കയറി. പുറത്ത് പച്ചപ്പിന്റെ വലിയ പുതപ്പ് വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങൾ. അന്തരീക്ഷത്തിലാണെങ്കിൽ തണുപ്പ് കട്ട പിടിച്ച് നിൽക്കുന്നു. ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാനാവാത്ത തണുപ്പ്. എവിടെ നിന്നോ മഞ്ഞിന്റെ ഒരു നേരത്തെ തിരശീല എന്നെ വന്ന് പുൽകി. മൂന്നാറിലെ യാത്രയിൽ കാഴ്ചയെ മായ്ച്ചു കളയുകയും വീണ്ടും തെളിയിക്കുകയും ചെയ്യുന്ന ഒരു മാന്ത്രികനാണ് മഞ്ഞ് അഥവാ കോടമഞ്ഞ്. വഴിയിലൊക്കെ തേയിലത്തൊഴിലാളികളുണ്ട്. നമ്മൾ കുടിക്കുന്ന ഓരോ ചായക്ക് പിന്നിലും ഈ തൊഴിലാളികളുടെ കഠിനാധ്വാനവുമുണ്ട്. ഓരോ തളിരിലെയും പറിച്ചെടുക്കുമ്പോൾ ഈ തൊഴിലാളികൾ പ്രകൃതിയോടും ഈ മണ്ണിനോടുമുള്ള അവരുടെ കരുതലും സ്നേഹവും കൂടിയാണ് ആ കൊട്ടകളിൽ നിറക്കുന്നത്. വീണ്ടും കട്ട പിടിച്ച കോടമഞ്ഞ്, നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഒരു തൂവെള്ള പുതപ്പ്. മുന്നിലൂടെ പോകുന്ന കാഴ്ചകൾ ഒരു ക്യാൻവാസിലെ ചിത്രം പോലെ തോന്നിക്കും. പോരാത്തതിന് ചെറിയൊരു ചാറ്റൽ മഴയും. മഞ്ഞും മഴയും തേയിലത്തോട്ടങ്ങളും
മൂന്നാറിലെ പ്രകൃതിക്കു നടുവിലെ വരച്ചിട്ട വഴികളും. അങ്ങനെ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ കണ്ട് വിശപ്പിന്റെ വിളിവന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് മൂന്നാറിലെ ഗുജറാത്തി മാർവാടി റെസ്റ്റോറൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെജ് മാത്രമാണ് നോൺ വെജിന്റെ റേറ്റിന് ലഭിച്ചത്. അതിനിടയിൽ നല്ലൊരു മഴ പെയ്യുകയും ഞങ്ങളുടെ കാറ് ലോക്ക് ആവുകയും ചെയ്തു. മഴ നമുക്ക് ആഹ്ലാദവും സംഗീതവുമായപ്പോൾ ഈ ഒരു എലിക്കത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവനപ്പോഴും ജീവനുണ്ടായിരുന്നു. വീണ്ടും കോടമഞ്ഞിന്റെ മൂടുപടത്തിനുള്ളിലേക്ക്. കട്ട പിടിച്ച കോടമഞ്ഞിനും തേയിലത്തോട്ടങ്ങൾക്കും ശേഷം നമ്മുടെ യാത്ര വഴിമാറി കല്ലാർകുട്ടി ഡാമിലേക്ക് എത്തുന്നു. മൂന്നാറിന്റെ ഉയർന്ന മലനിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മുതിരപ്പുഴയാറിന്റെ ശക്തിയെ തടഞ്ഞു നിർത്തി നിർമ്മിച്ച ഈ ഡാം ഒരു ഭീമാകാരമായ ജലക്കായൽ പോലെ മുന്നിൽ പരന്നു കിടക്കുന്നു. ഈ നിശബ്ദമായ ജലത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നാടിന്റെ വെളിച്ചം നൽകാനുള്ള വൻ ഊർജമാണ് എന്നറിഞ്ഞപ്പോൾ ആ കാഴ്ചക്ക് ഭംഗി കൂടി. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് കല്ലാർകുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടിമാലി രാജാക്കാട് റോഡ് ഈ റിസർവോയറിന് മധ്യത്തിലൂടെ നിർമ്മിച്ച പാലത്തിലൂടെയാണ് പോകുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ മനോഹരമായ മലയോരങ്ങൾക്ക് ഒരു മറ്റേ മുഖമുണ്ട്. കോടമഞ്ഞിനും തേയിലയുടെ പച്ചപ്പിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിയുടെ രൗദ്രഭാവം. ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മലഞ്ചെരിവുകൾ നിസ്സഹായമാകും. നമ്മൾ കണ്ടു മുന്നോട്ടു പോകുന്ന റോഡരികുകളിലും കുന്നിൻ ചെരിവുകളിലും കഴിഞ്ഞ ദുരന്തങ്ങളുടെ മുറിപ്പാടുകൾ ഇപ്പോഴുമുണ്ട്. കല്ലാർകുട്ടി ഡാം കഴിഞ്ഞാൽ പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പാലമാണ് ഈ കാണുന്ന പനംകുട്ടി പാലം. ചെറുതോണിപ്പാലം കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, 2018 മഹാപ്രളയകാലത്ത് കേരളം കണ്ട ധീരതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഒരു പോലീസുകാരൻ കുഞ്ഞിനെ തോളിലെടുത്ത് അതിനെ ചേർത്തു പിടിച്ച് പ്രളയജലത്തെ വകവെക്കാതെ പാലത്തിലൂടെ ഓടിയ ആ രംഗം മലയാളികൾ ഒരിക്കലും മറക്കില്ല. മലയോര യാത്രകൾക്ക് പൂർണ്ണത നൽകുന്നത് ഈ വെള്ളച്ചാട്ടങ്ങളാണ്. ഇടുക്കിപ്പെണ്ണിന്റെ പച്ചപ്പിൽ നിന്ന് താഴേക്കൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്ന ഈ കാഴ്ചകൾ പ്രകൃതിയുടെ ഉണർവാണ്. ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തേക്കടിയിലേക്ക് പോവാണ്. കഴിഞ്ഞിട്ടില്ല, തേക്കടിയാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എന്താണ് തേക്കടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് വിചാരിച്ചു. വളർന്നു പന്തലിച്ച മരങ്ങളുടെ കുളിർത്ത തണലിലൂടെ ശാന്തമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു വനപാതയുടെ മനോഹരമായ ദൃശ്യമാണിത്. ഞങ്ങളുടെ വാഹനം കടന്നുപോയത് ഇരുവശത്തും മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ റോഡിലൂടെയായിരുന്നു. തലയുയർത്തി നിൽക്കുന്ന മരച്ചില്ലകൾ മുകളിലായി ചേർന്ന് റോഡിനു മുകളിൽ ഒരു പച്ച തുരങ്കം തീർത്തിരിക്കുന്നു. വെയിൽ പോലും കടന്നെത്താൻ മടിക്കുന്ന ഇരുണ്ടതും ശാന്തവുമായ പാത. ഏലം, കുരുമുളക്, കാപ്പി എന്നിവയുടെ മരങ്ങൾ ചേർന്ന കാറ്റാണ് ഇവിടുത്തെ കാറ്റ്. തേക്കടിയുടെ വന്യതയിലേക്ക് അടുക്കുകയാണ് എന്ന് ആ സുഗന്ധം ഞങ്ങൾക്ക് സൂചന നൽകി. തേക്കടിയിലേക്കുള്ള യാത്രയുടെ അവസാനം ഞങ്ങൾക്ക് മുന്നിൽ തേക്കടി ടൈഗർ റിസർവിന്റെ പ്രവേശന കവാടം തെളിഞ്ഞു വന്നു. മഴ പെയ്തു തോർന്ന കാടിന്റെ ഉണർവ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടെ റൂമിലൊക്കെ നല്ല തണുപ്പാണ്, മഴ പെയ്യുന്നുണ്ട്. രാത്രിയിലെ അത്താഴവും കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് റൂമിലേക്ക് മടങ്ങി. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് തേക്കടിയിലെ ടൈഗർ റിസർവിനുള്ളിലെ കാണാ കാഴ്ചകൾ ആസ്വദിക്കാനുള്ളതാണ്. അതൊക്കെ അടുത്ത വീഡിയോയിലാകട്ടെ. അപ്പൊ രാത്രി യാത്രയില്ല. ബൈ.